ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യത്തിൽ വലയുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടവും മറ്റ് വന്യജീവികളും ഭക്ഷണവും വെള്ളവും തേടി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. വേനൽ കടുത്തതോടുകൂടി ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ തീറ്റയും വെള്ളവും തേടി കൂടുതൽ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മൃഗങ്ങൾ തീറ്റ തേടി അലഞ്ഞിരുന്ന പുൽമേടുകൾക്ക് വ്യാപകമായി തീപിടിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നാടിറങ്ങുന്ന കാട്ടാനകൾ മനുഷ്യരെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നു. സിംഗുകണ്ഠം ഓലപ്പുരയ്ക്കൽ സരസമ്മ പൗലോസിന്റെ പശുവിനെയാണ് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. ഞങ്ങൾ കോതമറ്റ പശുവിനെ തിരിക്കണിക്കായിരുന്നു. പശുവിനെ തിരിക്കണമെന്നപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് കോതമറ്റിന് തീ വെച്ച് കഴിഞ്ഞപ്പോൾ ചക്കക്കൊമ്പൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഞങ്ങൾ പശുവിനെ വിട്ടിട്ട് ഞങ്ങൾ കയറി പോന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പശുവിനെ ആന അടിച്ചിട്ടേക്കുക. അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ പശു നടക്കുകയില്ല, എണിക്കുകയില്ല, ഒന്നുമില്ല, പശു കിടക്കുക. മൂന്നാറിൽ ഗൂഡാർവിള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ 5 കാട്ടാനകളുടെ സംഘമെത്തി. ധാരാളം എസ്റ്റേറ്റ് ലയങ്ങളും ജനവാസവുമുള്ള പ്രദേശമാണിത്. കാട്ടുപോത്ത് ആക്രമണം നേരിട്ട സ്പ്രിംഗ് വാലി സ്വദേശി രാജീവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. നമ്മുടെ പീരുമേട് തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു. DD നൽകിയ ഉറപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഉറപ്പ്, മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ്. വനാതിർത്തി മേഖലയിലെല്ലാം വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.